യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ ഹസ്തിനപുരി കൊട്ടാരത്തിലെത്തുന്നതും അവരെ വളരെ സ്നേഹ ആദരവോടുകൂടി അവിടെ സ്വീകരിച്ച് അവരെ വേണ്ടുന്ന വണ്ണം പരിപാലിക്കുന്നതും അന്നത്തെ വിഭവസമൃദ്ധമായ സദ്യയോടൊപ്പം വിശ്രമവും കഴിഞ്ഞതിന് ശേഷം ആ ദിവസം പൂർത്തിയാക്കുന്നിടം പറഞ്ഞാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിവെച്ചത്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ഹസ്തിനപുരി കൊട്ടാരത്തിൽ പുതുതായിട്ട് നിർമ്മിച്ച സഭാമന്ദിരത്തെ കാണുന്നതിലേക്ക് വേണ്ടി യുധിഷ്ഠിരനും പാണ്ഡവന്മാരും ആ സഭാമന്ദിരത്തിലെത്തുകയും സഭാമന്ദിരത്തിലെത്തുന്ന സമയത്ത് അവിടെ ഹസ്തിനപുരി കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രശസ്തരും പ്രഗത്ഭരും ശ്രേഷ്ഠരുമായ എല്ലാ വ്യക്തിത്വങ്ങളും സന്നിഹിതരായിരിക്കുകയും അതിനോടൊപ്പം വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭന്മാരെല്ലാം അതിഥിയായി അവിടെ എത്തി അവിടെ നടക്കാൻ പോകുന്ന ചൂതുകളി വീക്ഷിക്കുന്നതിലേക്ക് വേണ്ടി കൂടി ഇരിക്കുകയും ചെയ്തു. ഈ സമയത്ത് പാണ്ഡവരവിടെ എത്തിയ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവിനെ കവാടത്തിൽ നിന്ന് തന്നെ സ്വീകരിച്ചകത്തേക്ക് കൊണ്ടുപോയത് പ്രധാനമായും ശകുനിയായിരുന്നു. ശകുനി ഇപ്രകാരം യുധിഷ്ഠിര മഹാരാജാവിനെ സംബോധന ചെയ്തു: അല്ലയോ മഹാരാജാവേ, വന്നാലും അകത്തേക്ക് വന്നാലും എന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ശകുനി തുടർന്ന്: അല്ലയോ യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങയുടെ ചൂതുകളി കാണുന്നതിലേക്ക് വേണ്ടിയാണ് ഈ സഭ നിരന്ന് ആൾക്കാരെല്ലാം വീക്ഷിച്ചിരിക്കുന്നത്. ഇത് കേട്ട യുധിഷ്ഠിര മഹാരാജാവ് തിരിച്ച് ഇങ്ങനെ പ്രതിവചിച്ചു: ഞാൻ ഈ സഭാമന്ദിരം കാണുകയും എൻ്റെ വല്യച്ഛനായ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ധാർത്തരാഷ്ട്രന്മാരുമായി സൗഹൃദ ചൂത് കളിക്കാൻ മാത്രമേ തയ്യാറുള്ളൂ എന്ന്. ഇത് കേട്ടുകൊണ്ട് ശകുനി തിരിച്ചു പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, അങ്ങ് ധർമ്മിഷ്ഠനും രാജസൂയം നടത്തി ഈ ലോകത്ത് ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനുമായ ചക്രവർത്തിയുമാണ്. അങ്ങ് ഏതെങ്കിലും നിസ്സാരമായി ഒരു വിനോദത്തിന് വേണ്ടി മാത്രം ധാർത്തരാഷ്ട്രന്മാരുമായി മാത്രമേ ചൂത് കളിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് ഉചിതമാണോ എന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങേപോലെ ചക്രവർത്തിയായ ഒരു വ്യക്തി ആര് തന്നെ ചൂത് കളിക്കാൻ ക്ഷണിച്ചാലും അവരോടൊപ്പം ചൂത് കളിക്കേണ്ടതല്ലേ എന്ന് അങ്ങ് ഓർത്തു നോക്കുക. ഇത് കേട്ട് കഴിഞ്ഞ യുധിഷ്ഠിരൻ, അതായത് ധർമ്മപുത്രർ, ശകുനിയോട് തിരിച്ചു പറഞ്ഞു: അല്ലയോ ശകുനി മാമ, അങ്ങ് ചൂതുകളി സത്യസന്ധമായി നിർവഹിക്കുന്ന വ്യക്തിയല്ല എന്നതാണ് അറിവ്. കപട ചൂത് കളിക്കുന്നത് ഒരു കാരണവശാലും രാജനീതിയോ ധർമ്മമോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ അങ്ങയോട് ചൂത് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വല്യച്ഛനായ ധൃതരാഷ്ട്രയുടെ നിർദ്ദേശപ്രകാരം സൗഹൃദമായി ധാർത്തരാഷ്ട്രന്മാരുമായി ഒന്ന് വിനോദിക്കാം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന്. ഇത് കേട്ട ശകുനി ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, ചൂത് കളിക്കുന്നത് ആരായാലും അവർ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. ചൂത് കളിയിൽ ജയവും പരാജയവും സ്വാഭാവികവുമാണ്. ജയിക്കാൻ കളിക്കുന്ന ഒരു വ്യക്തി അവരുടെ ഭാഗത്ത് ഏത് വിധേനയും ജയിക്കാനുള്ള എന്തുപായവും പ്രയോഗിക്കുന്നത് സ്വാഭാവികമാണ്. അത് അങ്ങേക്കും ആകാവുന്നതുമാണ്. പിന്നെ അങ്ങ് ഏതൊരു കാരണവശാലും എന്നോട് ചൂത് കളിക്കില്ല, ഞാൻ കപട ചൂത് കളിക്കാരനാണ് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങേക്ക് ചൂത് കളിക്കാതെ ഇരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ
അങ്ങയോട് പറയുന്നു, എന്നോട് ചൂത് കളിക്കാൻ അങ്ങയ്ക്ക് ഭയമാണെങ്കിൽ അങ്ങയ്ക്ക് മാറി നിൽക്കാം, ഇല്ലെങ്കിൽ എൻ്റെ വെല്ലുവിളി അങ്ങയ്ക്ക് ഏറ്റെടുക്കാം. അല്ലയോ ശകുനി മാമ, അങ്ങേക്കറിയാവുന്നതാണല്ലോ, യുധിഷ്ഠിര മഹാരാജാവായ ഞാൻ ആര് എന്തിന് വെല്ലുവിളിച്ചാലും ആ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കുന്ന വ്യക്തിയല്ല എന്ന്. ആയതിനാൽ അങ്ങയുടെ വെല്ലുവിളി ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങയോടൊപ്പം അങ്ങയോട് ചൂത് കളിക്കാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് ചൂതുകളി തുടങ്ങാം. എന്താണ് ഞാൻ ആദ്യം പന്തായം വെക്കേണ്ടത് എന്ന്. ഇത് കേട്ടുകൊണ്ട് നിന്ന ദുര്യോധനാണ് മറുപടി പറഞ്ഞത്, എന്തുമാവാം, എന്ത് വേണമെങ്കിലും പന്തായം വയ്ക്കാൻ ഞാനും തയ്യാറാണ്. പന്തായ വസ്തു എന്താണെങ്കിലും ഞാൻ വയ്ക്കുകയും എനിക്ക് വേണ്ടി ശകുനി മാമൻ കളിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ തിരിച്ചു പറഞ്ഞു, ആര് പന്തായം വയ്ക്കുന്നുവോ ആ വ്യക്തി കളിക്കുന്നതാണ് ചൂത് കളിക്ക് ഉചിതമായ അത്. പന്തായം വയ്ക്കുന്നത് അങ്ങും, അതായത് ദുര്യോധനനും, കളിക്കുന്നത് ശകുനിയുമാകുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ശകുനി മാമനോട് കളിക്കാമെന്ന് ഏറ്റതിനാൽ കളി ആരംഭിക്കാം എന്ന് പറയുകയും യുധിഷ്ഠിര മഹാരാജാവ് സ്വർണത്തിൽ കോർത്ത രത്നങ്ങൾ നിറഞ്ഞ ഒരു ഹാരം പണയവസ്തുവായി വയ്ക്കുകയും അതിന് തുല്യമായി വിലപിടിപ്പുള്ള മറ്റ് രത്നങ്ങൾ ദുര്യോധനും വച്ച് കളി ആരംഭിക്കുകയും ചെയ്തു. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആദ്യ കളി ശകുനി ജയിക്കുകയും രണ്ടാമത്തെ കളിക്ക് യുധിഷ്ഠിരൻ അനേകം രത്നങ്ങൾ നിറഞ്ഞ കുടങ്ങളും ആ കളിയും ശകുനി ജയിക്കുകയും അങ്ങനെ വീണ്ടും വീണ്ടും പല പണയവസ്തുക്കളും വച്ച് യുധിഷ്ഠിരനും ശകുനിയുമായിട്ടുള്ള കളി അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. ചൂതുകളിക്ക് ഉള്ള ഒരു പ്രത്യേകത, 1, 2, 3 കളികൾ അങ്ങനെ കഴിഞ്ഞാൽ കളിയുടെ ആസക്തിയിൽ ഉൾക്കൊണ്ട് അകത്തെത്തിക്കഴിഞ്ഞാൽ ഏത് വിധേനയും ജയിക്കണം എന്നുള്ള ഒരു വ്യഗ്രത ഉള്ളിലുണ്ടാവുകയും ഒരു കാരണവശാലും ഇട്ടെറിഞ്ഞ് ആ കളി സ്വയം മതിയാക്കാൻ തോന്നാതിരിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും തോക്കുന്ന വ്യക്തി അടുത്ത കളി ഇപ്പോൾ എനിക്ക് ജയിക്കാം എന്ന പ്രതീക്ഷ ഉണ്ടാവുകയും എതിർ വ്യക്തി ഏതെങ്കിലും കാരണവശാൽ ജയിക്കുന്ന വ്യക്തി തോക്കുന്നവന് വീണ്ടും ജയിക്കാം എന്നുള്ള പ്രതീക്ഷ നൽകിയായിരിക്കും ജയിക്കുന്നത്. അതാണ് ചൂതുകളിയുടെ പ്രത്യേകത. അങ്ങനെ ഈ കളി തുടർന്നു പോവുകയും യുധിഷ്ഠിര മഹാരാജാവ് ഒന്നൊന്നായി രാജസൂയത്തിലൂടെയും ചക്രവർത്തി പദത്തിലൂടെയും നേടിയെടുത്ത സമ്പത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഓരോന്നോരോന്നായി പടയം വച്ച് അങ്ങനെ കളി തുടർന്നു പോവുകയും അവസാനം രത്നസ്വർണ്ണങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ പണയം വയ്ക്കുകയും വീണ്ടും തുടർന്ന് കളി മുന്നോട്ട് പോയപ്പോൾ ആനപ്പടയും കുതിരപ്പടയും ആനകളും കുതിരകളും എന്ന് വേണ്ട ഭൃത്യന്മാരും ഭൃത്യകളുമായ ആയിരക്കണക്കിന് വ്യക്തികളെയും ഒക്കെ മഹാരാജാവ് യുധിഷ്ഠിരൻ പണയം വച്ച് കളിക്കുകയും അവസാനം രാഷ്ട്രവും അതുവരെ ഉണ്ടാക്കിയ സർവ്വസമ്പത്തും കളിയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനിയും ആ കളിയിൽ നിന്ന് ഒരു കളിയെങ്കിലും ജയിച്ചിട്ട് മാത്രമേ കളി നിർത്താൻ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയാൽ യുധിഷ്ഠിരൻ കളി തുടരുകയും കാണികളായിരുന്നവരാരും അടുത്തുണ്ടായിരുന്ന സഹോദരങ്ങളോ ആ സഭയിലുണ്ടായിരുന്ന പ്രഗത്ഭ വ്യക്തികളോ ആർക്കും ഇതിൽ ഇടപെടാനോ ഒന്നും സംസാരിക്കാനോ കഴിയാതെ എല്ലാവരും ഉത്കണ്ഠാപൂർവം ഒരു കളിയെങ്കിലും യുധിഷ്ഠിരൻ ജയിക്കുന്നത് കാണുന്നതിലേക്ക് വേണ്ടി അങ്ങനെ ഇരിക്കുകയും ചെയ്ത സമയത്ത് വീണ്ടും പണയം വെച്ച് യുധിഷ്ഠിരൻ, അതായത് ധർമ്മപുത്രർ, കളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ സർവ്വസമ്പത്തും രാഷ്ട്രവും തന്നെ പണയം വെച്ച് കളിച്ചതിന് ശേഷം ഓരോ വ്യക്തികളായി പാണ്ഡവരിലെ നകുലനെയും സഹദേവനെയും അടുത്ത അർജുനനെയും ഭീമനെയും ഒക്കെ പണയം വെച്ച് ആ കളികളും എല്ലാം യുധിഷ്ഠിരൻ തോറ്റു. അതായത് ശകുനി കള്ളച്ചൂതിലൂടെ യുധിഷ്ഠിരനെ തോൽപ്പിച്ചതിന് ശേഷം അവസാനം യുധിഷ്ഠിരൻ തന്നെ പണയം വെച്ച് കളിക്കുകയും ആ കളിയിലും യുധിഷ്ഠിരൻ തോക്കുകയും ഈ തോറ്റവും കൂടെ കഴിഞ്ഞപ്പോൾ ശകുനി തന്നെ ധർമ്മപുത്രരോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയ്ക്ക് ഭാര്യയുണ്ട്, ഇനി
അങ്ങും അങ്ങയുടെ സഹോദരന്മാരും എല്ലാവരും പണയമായി അങ്ങ് തോറ്റതിന് ശേഷം അങ്ങയുടെ ഭാര്യയെയെങ്കിലും പണയം വെച്ച് ഒരു കളിയെങ്കിലും അങ്ങ് ജയിക്കുക എന്ന് പറയുകയും അത് കേട്ട് ഒന്നും മടിക്കാതെ പാഞ്ചാലിയെ പണയം വെച്ച് യുധിഷ്ഠിരൻ ചൂത് തുടരുകയും ചെയ്ത സമയത്ത് ആ സഭയിലുണ്ടായിരുന്ന സർവ്വപേരും സ്തംഭിച്ച് അങ്ങനെ ദുഃഖിച്ചിരിക്കുകയും വീണ്ടും ആകാംക്ഷയോട് ഈ കളിയെങ്കിലും യുധിഷ്ഠിരനൊന്ന് ജയിക്കുന്ന കാണാൻ ആ സഭ മൊത്തം ആകാംക്ഷയോട് കണ്ടിരിക്കുന്ന സമയത്ത് ആ കളിയിലും യുധിഷ്ഠിരൻ തോക്കുകയാണ് ഉണ്ടായത്. കാരണം അതുവരെ നടന്ന സർവ്വ കളിയും അതായത് വ്യാജമായ ചൂതുകളിയായിരുന്നു. പക്ഷേ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും അണികിട പോലും വ്യതിചലിക്കാത്ത യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ തോൽവിയായി അംഗീകരിക്കുകയും പാഞ്ചാലിയെയും പണയം വച്ച് കളിച്ച് തോറ്റ് അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് സഭയിലിരിക്കുന്ന സമയത്ത് ആ സഭയിൽ ആരും ചലിക്കാതെ എല്ലാവരും ദുഃഖിതരായി എല്ലാവരുടെയും അതായത് കാഴ്ചക്കാരായിരുന്ന ആൾക്കാരുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീരിങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് കണ്ടിട്ട് സ്തംഭനായിരിക്കുന്ന ആ സഭയിൽ ഒരു അട്ടഹാസം കേൾക്കുകയും ആ അട്ടഹാസം എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയപ്പോൾ മറ്റാരുമല്ല, ആ അട്ടഹാസത്തിൻ്റെ ഉടമ ദുര്യോധനായിരുന്നു. താൻ സർവ്വതും ജയിച്ച സർവ്വതയും പിടിച്ചടക്കിയ ഒരു ഉൾപ്പുളക്കത്തോടു കൂടി അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹേ വിതുരരെ, താങ്കൾ മുന്നോട്ട് വരിക, താങ്കൾ പോയി ആ പാഞ്ചാലിയെ ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. പാഞ്ചാലി എൻ്റെ തോഴിയായിരിക്കുന്നു, എൻ്റെ അടിമയായിരിക്കുന്നു. അവൾ വന്ന് എൻ്റെ കൊട്ടാരം ഒന്ന് വൃത്തിയാക്കാൻ പറയുക, ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ വിതുരർ പെട്ടെന്ന് തൻ്റെ രക്തബന്ധം കൊണ്ട് ജ്യേഷ്ഠപുത്രനാണെങ്കിലും ദുര്യോധനൻ യുവരാജാവും താൻ കേവലം മന്ത്രിയുമാണ് ആയതിനാൽ ആ കാലഘട്ടത്തിൽ പ്രതിവചിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും എല്ലാം മറന്ന് വിതുരർ ഈ പ്രകാരം പറഞ്ഞു, ഹേ വിഡ്ഢി ദുര്യോധന, നീ എന്താണ് ഈ പറയുന്നത്? പാഞ്ചാലി നിൻ്റെ അടിമയായെന്നോ? എങ്ങനെയാണ് പാഞ്ചാലി നിൻ്റെ അടിമയായത്? യുധിഷ്ഠിരൻ സർവ്വതും നഷ്ടപ്പെടുത്തി കളിച്ച് യുധിഷ്ഠിരൻ തന്നെ പണയം വെച്ച് ആ കളിയിലൂടെ യുധിഷ്ഠിരൻ തോറ്റ് നിൻ്റെ അടിമയായതിന് ശേഷം സ്വതന്ത്രയായി നിൽക്കുന്ന പാഞ്ചാലിയെ പണയം വെച്ചാൽ എങ്ങനെയാണ് ആ പണയവസ്തു നിൻ്റെ വകയാകുന്നത്, അവൾ നിൻ്റെ അടിമയാകുന്നത്? ഒരു കാരണവശാലും ഈ പണയം ശാശ്വതമല്ല. കാരണം സ്വപ്നത്തിൽ കിട്ടുന്ന നിധികളൊന്നും നമുക്ക് അനുഭവയോഗ്യമല്ലാത്തതുപോലെ താൻ സ്വയം പണയം വെച്ച് പണയവസ്തു ആയതിനു ശേഷം പണയം വയ്ക്കുന്ന പാഞ്ചാലിയുടെ പണയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നതല്ല, അംഗീകരിക്കാൻ പാടുള്ളതല്ല. ആയതിനാൽ പാഞ്ചാലി നിൻ്റെ അടിമയായിട്ടില്ല, അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുകയുമില്ല. ഇത് കേട്ട ദുര്യോധനൻ വീണ്ടും ഒന്ന് അട്ടഹസിച്ചുകൊണ്ട്, ഹേ വിതുരരെ, താങ്കളുടെ വ്യാമോഹങ്ങളൊന്നും ഇവിടെ നടക്കില്ല. താങ്കൾ പോയി ആ പാഞ്ചാലിയെ ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, ഞാനാണ് നിർദ്ദേശിക്കുന്നത് എന്ന്. ഹേ മൂഢ, നിൻ്റെ നിർദ്ദേശം കേൾക്കാൻ ഞാൻ ഒരു കാരണവശാലും തയ്യാറല്ല. കാരണം ഇത് പൂർണ്ണമായും അധർമ്മമാണ്. ധർമ്മപരമായി പാഞ്ചാലി നിൻ്റെ അടിമയായിട്ടില്ല. അത് മാത്രവുമല്ല, നിനക്കറിയാമോ, മുള പൂക്കുന്നത് അതിൻ്റെ നാശത്തിൻ്റെ കാലത്താണ്. പക്ഷെ നിനക്ക് ഈ കുബുദ്ധികളെല്ലാം ഇപ്പോൾ തോന്നിയതും നിൻ്റെ നാശത്തിൻ്റെ സമയമെടുത്തിരിക്കുന്നു. നീ ഒന്നോർക്കുക, ഒരു മാൻപേട വ്യാക്രത്തോട് വെല്ലുവിളിക്കുന്നത് പോലെയാണ് നീ ഇപ്പോൾ ഈ കാണിക്കുന്ന അട്ടഹാസങ്ങളെല്ലാം. ഇതിൻ്റെ ഭവിഷ്യത്ത് അതിഭയാനകമായിരിക്കും. ഇത് നിൻ്റെ അന്ത്യത്തിൽ അവസാനിക്കും. കാലൻ്റെ അടുക്കാനുള്ള കാലഘട്ടം നിനക്കടുത്തത് കൊണ്ടാണ് ഈ ദുർബുദ്ധികളെല്ലാം നിനക്ക് തോന്നുന്നത് എന്ന് വിതുരർ ആ സഭയിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ദുര്യോധനൻ അട്ടഹസിച്ചുകൊണ്ട് ദുര്യോധനൻ്റെ ഭൃത്യനായ ഒരു പ്രതിഗാമിയെ വിളിച്ചു വരുത്തി, ഹേ പ്രതിഗാമി, നീ പോയി ആ പാഞ്ചാലിയെ ഇഞ്ഞ് ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഈ വിതുരൻ വെറും വൃദ്ധനും ഭ്രാന്തനുമായിരിക്കുന്നു. ഇവൻ്റെ വാക്കുകൾ നീ കേൾക്കേണ്ട കാര്യമില്ല. നീ പോയി ഞാൻ പറയുന്നതനുസരിച്ച് പാഞ്ചാലിയെ സഭയിലേക്ക് കൊണ്ടുവരിക എന്ന്. ഇത് കേട്ട് ദുര്യോധനൻ്റെ ഭൃത്യനായ പ്രതിഗാമി പാഞ്ചാലിയുടെ അന്തഃപുരത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന്, ഹേ
മഹാറാണി, മഹാരാജാവ് ചൂതുകളിയിൽ അവിടുത്തെ പണയം വച്ച് തോറ്റിരിക്കുന്നു. ആയതിനാൽ ഇപ്പോൾ അവിടുന്ന് ദുര്യോധന യുവരാജാവിൻ്റെ അടിമയായിരിക്കുന്നു. ദുര്യോധന യുവരാജാവ് അവിടുത്തെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങ് സഭയിലേക്ക് വന്നാലും അവിടുന്ന് എന്നോടൊപ്പം സഭയിലെത്തിയാലും എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ പാഞ്ചാലി ഒന്ന് സത്തയായി തിരിച്ച് ഇപ്രകാരം ചോദിച്ചു, നീ എന്താണ് പ്രതിഗാമി പറയുന്നത്? മഹാരാജാവ് എന്നെ പണയം വെച്ച് ചൂത് കളിച്ചു വന്നോ? മഹാരാജാവിന് പണയം വയ്ക്കാൻ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല മഹാറാണി, മഹാരാജാവ് മറ്റെല്ലാം പണയം വെച്ച് കളിച്ച് തോറ്റതിന് ശേഷം, സ്വന്തം സഹോദരങ്ങളെയും പണയം വെച്ച് തോറ്റതിന് ശേഷം, മഹാരാജാവിനെ തന്നെ പണയം വെച്ച് തോറ്റതിന് ശേഷമാണ് അവിടുത്തെ പണയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ പണയ വസ്തുവാണ്, സഭയിലേക്ക് വരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്ന്. എന്ത്? മഹാരാജാവിനെ പണയം വെച്ച് തോറ്റതിന് ശേഷമാണ് എന്നെ പണയം വെച്ചതെന്നാണല്ലോ പ്രതിഗാമി പറഞ്ഞത്. ശരി, നീ പോയി സഭയിൽ ചെന്ന് അന്വേഷിച്ചിട്ട് വരിക. മഹാരാജാവ് ആദ്യം എന്നെ പണയം വെച്ച് തോറ്റതിന് ശേഷമാണ് മഹാരാജാവിനെ പണയം വെച്ചതോ, മഹാരാജാവ് സ്വയം പണയം വെച്ച് തോറ്റതിന് ശേഷമാണ് എന്നെ പണയം വെച്ചതോ എന്ന് സഭയിൽ പോയി തിരക്കിയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞയക്കുകയും പ്രതിഗാമി ഈ പാഞ്ചാലി ചോദിച്ചതെല്ലാം സഭയിൽ പോയി ചോദിക്കുകയും ഇത് കേട്ട് ഒന്നും മിണ്ടാതിരുന്ന ആ സഭാവാസികളുടെ ഇടയിൽ നിന്നും ദുര്യോധനൻ ഇപ്രകാരം തിരിച്ചു പറഞ്ഞു, ആ പാഞ്ചാലിയെ ഇവിടെ വന്ന് യുധിഷ്ഠിരനോട് ചോദിക്കാൻ പറയൂ എന്ന് പറഞ്ഞയക്കുകയും പോയി പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരാൻ വീണ്ടും പ്രതിഗാമിയെ പറഞ്ഞയക്കുകയും ചെയ്തു. പ്രതിഗാമി അവിടെ എത്തി പാഞ്ചാലിയോട് ആ വിവരം അറിയിക്കുകയും, എന്നാൽ പാഞ്ചാലി പ്രതിഗാമിയോട് പറഞ്ഞു, പ്രതിഗാമി നീ പോയി ആ ശ്രേഷ്ഠന്മാരിരിക്കുന്ന ആ സഭയിൽ ചെന്ന് ഭീഷ്മരും ദ്രോണരും കൃപരും വിതുരരും ഒക്കെയുള്ള ആ ശ്രേഷ്ഠന്മാരുടെ സഭയിൽ കേവലം ഒരു സ്ത്രീയായ ഞാൻ വരുന്നത് ഉചിതമല്ല, ഞാൻ അവിടെ വരണമോ എന്ന് ആ സഭയോട് ചോദിക്കുക. സഭ എന്ത് മറുപടി പറയുന്നു എന്ന് എന്നെ അറിയിക്കുക എന്ന് പാഞ്ചാലി പറയുകയും, അത് കേട്ട് പ്രതിഗാമി വീണ്ടും സഭയിലെത്തി ആ സഭയിലിരിക്കുന്ന സഭാവാസികളോടൊക്കെ പാഞ്ചാലി ചോദിച്ച ചോദ്യം അവിടെ വന്ന് പറയുകയും, ഇത് കേട്ടിട്ട് സഭയിലിരുന്നത് ആരും ഒരു ശ്രേഷ്ഠന്മാരും പ്രതികരിക്കാതിരുന്നപ്പോൾ വീണ്ടും ദുര്യോധനൻ പ്രതിഗാമിയോട് കൽപ്പിച്ചു, നീ പോയി ആ പാഞ്ചാലിയെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇവിടെ വന്ന് ഈ സഭാവാസികളോട് അവൾക്ക് എന്ത് ചോദിക്കാനുണ്ടോ ചോദിച്ചു കൊള്ളാൻ പറയുക, കൂട്ടിക്കൊണ്ടുവരിക എന്ന്. പക്ഷേ പ്രതിഗാമി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആ പാഞ്ചാലിയുടെ പ്രതികരണത്തിൽ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രതിഗാമിക്ക് കഴിയാതെ തിരിച്ചു വരികയും, ഇവിടെ എത്തിയപ്പോൾ ദുര്യോധനൻ്റെ കോപം കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതിഗാമി വിറച്ചു തുടങ്ങുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ ഉടൻ തന്നെ അനുജനായ ദുശാസനെ വിളിക്കുകയും ആ ദുശാസനോട്, ദുശാസന, നീ പോയി പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരിക. നമ്മുടെ അടിമയായ ഈ പാണ്ഡവരെ ഓർത്ത് നീ ഭയക്കേണ്ടതില്ല. പാണ്ഡവർ നിനക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരെല്ലാം നമ്മളെ അടിമകളാണ്. നീ പോയി പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരിക എന്ന്. ഇത് കേൾക്കാത്ത താമസം ദുര്യോധനെ പോലെയോ അതിനേക്കാൾ കൂടുതലോ അധർമ്മവും ക്രൂരതയും മാത്രം കൈമുതലായുള്ള ദുശാസനൻ ഓടി പാഞ്ചാലിയുടെ അടുത്തെത്തുകയും അവിടെ ചെന്ന് ആജ്ഞാസ്വരത്തിൽ, ഹേ പാഞ്ചാലി, നിന്നെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നു. ചൂതുകളിയിൽ നിൻ്റെ ഭർത്താവ് യുധിഷ്ഠിര മഹാരാജാവ് തോൽക്കുകയും നിന്നെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയും ചെയ്യുകയാണ്. ആയതിനാൽ ദുര്യോധനൻ വിളിക്കുന്നു, നീ സഭയിലേക്ക് വരിക എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ, അതായത് ആജ്ഞാസ്വരത്തിൽ പറയുന്ന ദുശാസനൻ്റെ വാക്കുകൾ കേട്ട് മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് സ്ത്രീകളിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയ പാഞ്ചാലിയെ പുറകെ പോയി, പാഞ്ചാലി, അടിമേ, നമ്മുടെ ഭൃത്തിയായ
നീ എവിടെ പോടുന്നു, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പുറകെ ഓടി ചെന്ന് പാഞ്ചാലിയുടെ തല മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. ഈ സമയം പാഞ്ചാലി ദുശാസനോട് പറഞ്ഞു, ഹേ ദുഷ്ടനായ ദുശാസന, ഞാൻ രജസ്വലയാണ്, ഒറ്റ വസ്ത്രം മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ എന്നെ വലിച്ചിഴച്ച് നീ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അത് പൂർണ്ണമായും അധർമ്മമാണ്. ഒരു കാരണവശാലും ഈ അധർമ്മം നീ പ്രവർത്തിക്കരുത്, നീ ഇത് ചെയ്യരുത് എന്ന് ദുശാസനോട് പറയുകയും അതിനോടൊപ്പം വിലപിച്ച് കരയുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ഇതൊന്നും ശ്രദ്ധിക്കാതെ ദുശാസനൻ ആ തലമുടി കുത്തിന് പിടിച്ച് വലിച്ചിഴച്ച് സഭയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് സംഭവ ബഹുലമായ തുടർഭാഗം പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.